ആരംഭ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് അല്ലാഹു നമ്മൾ ചൊല്ലിയതെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും വിലാസത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ശാരീരികമായി മാനസികമായി നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ മുഴുക്കെ ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് നമ്മൾ ചൊല്ലിയ മദ്ഹിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നീക്കം ചെയ്തു തരുമാറാകട്ടെ. ശാരീരികമായി നമുക്ക് വലിയ ആഫിയത്തും ഖുവ്വത്തും മാനസികമായി വലിയ ഹിമ്മത്തും റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി നൽകിയ സ്ഥാനമാനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. മൂന്നാമതായൊരു പ്രത്യേകത ഇമാം ഖുസ്തുല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുകയാണ്. വമിൻഹാ അന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കതബ ഇസ്മഹു ശരീഫ അലൽ അർശി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഈ നാമത്തെ അർശിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു വഖ്തുസ സല്ലല്ലാഹു അലൈഹി വസല്ലം ബികിതാബത്തി ഇസ്മിഹി ശരീഫ് അലൽ അർശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ പ്രത്യേകത അവിടുത്തെ തിരുനാമം അർശിന്റെ മേലെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വകുല്ലി സമാഇൻ, 7 വാനങ്ങളിൽ 7 ആകാശങ്ങളിൽ എല്ലാ ആകാശങ്ങൾക്ക് മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. വമാ ഫീഹാ, ആകാശത്തിലുള്ള സർവ്വതിലും, വൽ ജിനാനി, സ്വർഗ്ഗത്തിലും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മലക്കുകൾ സദാ സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രത്യേകതയാണ്, മറ്റാർക്കും ഈ പ്രത്യേകതയില്ല. സ്വർഗത്തിലും സ്വർഗത്തിലുള്ള സർവ്വതിലും 7 വാനങ്ങളിലും 7 വാനങ്ങളിലുള്ള എല്ലാത്തിലും അർശിൻ മുകളിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്നെഴുതി. നബി തങ്ങൾ ജനിച്ചിട്ടല്ല, ആദികാലത്ത് തന്നെ. അതാണ് نشأت آدمي وأسماؤه من قبل في العرش تكتب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന ആദി മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുമ്പേ വെളിവായി. വഅസ്മാഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ നാമങ്ങൾ മിൻ ഖബ്ലു, ആദം നബിയുടെ സൃഷ്ടിപ്പിന്റെ മുമ്പ് ഫിൽ അർശി തുക്തബു, അർശിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യ മനുഷ്യൻ, അല്ലേ? അല്ലാഹുവിന്റെ മനുഷ്യന്റെ പ്രഥമ സൃഷ്ടി ആദം നബിയാണ്. മഹാനവറുകൾ ജനിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരൊക്കെ അർശിന്റെ മുകളിലുണ്ട്. അതെന്താ? സൃഷ്ടിപ്പിൽ ആദ്യത്തെയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് തങ്ങളുടെ ഒളിവിനെയാണ്. പക്ഷെ നിയോഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനകാലമാണ് തങ്ങളുടെ വരവ്. പക്ഷെ അവിടുത്തെ മഹത്വം ആദ്യകാലത്ത് തന്നെ വെളിപ്പെട്ടു പോയി. എല്ലാവർക്കും അറിയാം, നബിയുന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലാണ് അവരെ സൃഷ്ടിച്ചത്. അവിടെ പ്രവേശിപ്പിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ മരത്തോടടുക്കാൻ പാടില്ല. ഒരു മരത്തെ ചൂണ്ടി പറഞ്ഞു, ആ മരത്തിലെ ഫലങ്ങൾ, കായ്കനികൾ ഭക്ഷിക്കാൻ പാടില്ല, ആ മരത്തോട് അടുത്തു പോകാൻ പാടില്ല. പക്ഷെ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കപ്പെട്ട ആ കനി ഭക്ഷിച്ചുപോയി. അതൊരു ദോഷമല്ല, തെറ്റല്ല. കാരണം സ്വർഗം തക്ലീഫിന്റെ ലോകമല്ല, അവിടെ തെറ്റും കുറ്റവും ഇല്ല. എന്നാലും പ്രത്യക്ഷത്തിൽ അതൊരു ദോഷത്തിന്റെ രൂപത്തിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
അതൊന്ന് മാപ്പാക്കി തരാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു. എങ്ങനെയാണ് ദുആ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളരാക്കിക്കൊണ്ടാണ് അസ്അലുക ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹ് നീ എനിക്ക് പുറത്തു തരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ആദമേ കൈഫ അറഫ്ത മുഹമ്മദാ വലം അഖ്ലുഖുഹു, നിങ്ങൾക്ക് എങ്ങനെയാണ് മുഹമ്മദ് നബിയെ മനസ്സിലായത്, മുഹമ്മദ് നബി അറിഞ്ഞത്? ഞാൻ അവിടത്തെ പടച്ചിട്ടില്ലല്ലോ. എന്താ സംഭവം? സ്വർഗത്തിൽ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു പഴം ആദം നബി അലൈഹിസ്സലാം കഴിച്ചു. അത് റബ്ബിന്റെ തീരുമാനമാണ്. അങ്ങനെയാണല്ലോ മഹാനവറുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായത്. അപ്പൊ റബ്ബിന്റെ നിശ്ചയാണ്. ആ കനി പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം കഴിച്ചു. അത് പ്രത്യക്ഷത്തിൽ ഒരു തെറ്റായ രീതിയായിപ്പോയി. അപ്പൊ അത് പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാ, പടച്ചവനെ എന്റെ ദോഷം പൂർത്തിയാണ്. എങ്ങനെ നടക്കുന്നത്? ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് കൊണ്ട്. അപ്പൊ അല്ലാഹു ചോദിക്കുകയാണ്, കൈഫ അറഫ്ത മുഹമ്മദൻ, നിങ്ങൾക്ക് എങ്ങനെ മുഹമ്മദ് നബി അറിയാം? ഞാൻ അവിടത്തെ പടച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാം പറയുന്നത്, അന്നക ലമ്മാ ഖലഖ്തനി ബിയദിക ونفخت في من روحك رفعت رأسي فرأيت على قضائم العرش مكتوبا لا إله إلا الله محمد رسول الله. പടച്ചവനെ നീ എന്നെ പടച്ചു, എന്നിൽ ആത്മാവിനെ നിക്ഷേപിച്ചു. ഞാൻ ഇങ്ങനെ തല ഉയർത്തി നോക്കുന്ന സമയത്ത് അർശിന്റെ തൂണിന്മേലതാ കാണുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അർശിന്റെ തൂണുകൾക്ക് മേൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ ഞാൻ എന്ത് മനസ്സിലാക്കി? നിന്റെ പരകോടി സൃഷ്ടികളിൽ നിന്ന് നിന്റെ നാമത്തോടൊപ്പം ഒരു സൃഷ്ടിയുടെ നാമത്തെ നീ ചേർത്ത് വെക്കുന്നുവെങ്കിൽ ആ സൃഷ്ടി നിന്നിലേക്ക് ഏറ്റവും പിരിച്ചപ്പെട്ട ആളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവിടത്തെ കൊണ്ട് ഇടയാളനാക്കി തേടിയത്, അവിടത്തെ മധ്യവർത്തിയാക്കി തേടിയത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമേ ശരിയാണോ? സ്വദഖത യാ ആദമു വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക. ആദം നബി അലൈഹിസ്സലാമായവരെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആ മുഹമ്മദ് നബി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കുകയില്ല. അൻതല്ലദീ ലൗലാക മാ ഖുലിഖ ഇംറുഉൻ, നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ കണ്ടോ, അർശിന്റെ തൂണിന്മേൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതി വെക്കപ്പെട്ടിരിക്കും. അത് മറ്റൊരു പ്രത്യേകതയാണ്. അല്ലാഹുവിനെ എവിടെ പറയപ്പെടുന്നുവോ അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയപ്പെടും. ഒരു ഒഴിവില്ലല്ലോ. വാങ്കിലായാലും ഇഖാമത്തിലായാലും എവിടെ റബ്ബിനെ പറയപ്പെടുന്നുവോ അവിടെ നബി തങ്ങളെയും പറയപ്പെടുകയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം കൊടുത്തു. ഒരു മോതിരം. അങ്ങനെ മോതിരത്തിന്മേൽ മുഹമ്മദുൻ എന്ന് ലിഖിതപ്പെടുത്താൻ പറഞ്ഞു. മുഹമ്മദിനെ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ നഖാശ് കുത്തുപണിക്കാരൻ, ഈ എഴുതുന്ന ആളെടുക്കുന്നു എന്ന് പറഞ്ഞു, മുഹമ്മദ് അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാനാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കൂടി കൂട്ടി എഴുതാൻ പറഞ്ഞു. അങ്ങനെ കൂടി എഴുതാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ നബി തങ്ങളുടെ പേര് കൂട്ടി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഈ മോതിരം തിരിച്ചു കൊണ്ടുവന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുത്തു. നോക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ്. അത് എഴുതിച്ചു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹി സവായിദ് യാ അബൂബക്കർ, സിദ്ദീഖേ എന്താണ് ഈ അധിക എഴുത്ത്, വർദ്ധനവ്? ഞാൻ അത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നബിയെ മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ എഴുതാൻ പറഞ്ഞതാണ്. കാരണം അല്ലാഹു അവന്റെ പേര് എവിടെയെല്ലാം പറയുന്നുവോ അവിടെയൊക്കെ തങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട്
തങ്ങളെയും റബ്ബിനെയും വിട്ടുപിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. മറ്റത് ഞാൻ എഴുതിയതല്ല, എനിക്കറിയില്ല. അബൂബക്കർ സിദ്ദീഖ് ആര് എഴുതിയതാണോ അറിയില്ല. അപ്പൊ ഇറങ്ങുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയെ, സിദ്ദീഖ് എന്നവർ തങ്ങളുടെയും റബ്ബിന്റെയും പേര് വിട്ടുപിരിക്കാൻ ഉദ്ദേശിച്ചില്ല, അതിന് മഹാനവർക്ക് മനസ്സ് വന്നില്ല. അതുപോലെ തങ്ങളെയും സിദ്ദീഖിനെയും വിട്ടുപിരിക്കാൻ അല്ലാഹുവിന് മനസ്സ് വന്നില്ല. അത് അല്ലാഹു എഴുതാൻ പറഞ്ഞതാ. അവർ തമ്മിലുള്ള ആത്മബന്ധാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുള്ള ഹൃദയബന്ധം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇബാദത്തുള്ള ആളുകളൊക്കെ ചരിത്രം പരിശോധിച്ച സ്വഹാബത്തിലുണ്ടാവും. പക്ഷേ സിദ്ദീഖ് എന്നവരുടെ ഈമാൻ, ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെ ഈമാൻ ഒരു ക്ലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖ് എന്നവരുടെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ സിദ്ദീഖ് എന്നവരുടെ ഈമാൻ അതിന് ഭാരം കൂടും, കനം കൂടും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹദീസിലുണ്ട്, ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തിന്റെ ഊക്കാണ്. അപ്പൊ കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹിയുണ്ട്. അപ്പൊ അർശിന്റെ തൂണിന്മേലിലേക്ക് ഞാൻ നോക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി. അപ്പൊ അവിടെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ കണ്ടമാനം പറയാനുണ്ട്. അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, ആകാശലോകത്ത് എല്ലായിടത്തും എന്നെ കൊണ്ട് നിശാപ്രയാണം ചെയ്യിച്ച ആ രാത്രി, മിഅ്റാജിന്റെ രാത്രി ഞാനിങ്ങനെ പോയി നോക്കുമ്പോ എല്ലാ ഭാഗത്തും മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ടുണ്ട്. ചിലയിടത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് കൂട്ടി എഴുതിയിട്ടുണ്ട്, ചിലയിടത്ത് ഉമറുൽ ഫാറൂഖ് എന്ന് കൂട്ടി എഴുതിയിട്ടുണ്ട്, ഉസ്മാൻ എന്നവരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഇവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആത്മബന്ധമാണ് കാണിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും തമ്മിലുള്ള ആ ഹൃദയബന്ധം അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? വഫാത്തിന് ശേഷമുള്ള അവരുടെ ആ സംഗമം ആലോചിച്ചാൽ മതി. ഇബ്നു കസീർ പറഞ്ഞു. കാരണം എന്താ? മൂന്നാളുകളും ഒരേയിടത്തല്ലേ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ജീവിതകാലത്തും അവർ ഒന്നിച്ചു, മരണാനന്തരവും അവർ ഒന്നിച്ചു. മാത്രമല്ല, ഏതൊരു മണ്ണ് കൊണ്ടാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചത്, ആ മണ്ണ് കൊണ്ടാണ് സിദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും സൃഷ്ടിച്ചത്. കാരണം എന്താ? ഒരു മനുഷ്യന് ഏത് മണ്ണ് കൊണ്ടാണോ പടക്കപ്പെട്ടത് ആ മണ്ണിലായിരിക്കും അവരെ അടക്കം ചെയ്യുക എന്നൊരു ഹദീസുണ്ട്. അത്ര വലിയ പ്രബലമല്ലെങ്കിലും അങ്ങനെ ഹദീസുണ്ട്. ഇപ്പൊ നമ്മ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണ് ഏത് ഉഗാണ്ടയിലെ മണ്ണാണ്, അവിടെയാണ് നമ്മെ അടക്കം ചെയ്യപ്പെടുക. അപ്പൊ ജന്നത്തുൽ ബഖീഇൽ ഒരാൾ അടങ്ങി കിടക്കുന്നുവെങ്കിൽ മനസ്സിലാക്കാം, അയാളെ ജന്നത്തുൽ ബഖീഇലെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ മനുഷ്യന്മാരിൽ പല മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകൾ. അതുകൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവം വൈവിധ്യമായത്. മണ്ണിൽ തന്നെ പല ജാതി മണ്ണുണ്ടല്ലോ. ആ മണ്ണിന്റെ ഒക്കെ വിവിധങ്ങളായ സ്വഭാവം മനുഷ്യന്റെ സ്വഭാവത്തിനുണ്ടാവും. പല മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവരല്ലേ നമ്മൾ സാധാരണ പറയും. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മണ്ണ് കൊണ്ടാണോ പടക്കപ്പെട്ടത് ആ മണ്ണ് കൊണ്ട് തന്നെയാണ് സിദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും സൃഷ്ടിക്കപ്പെട്ടത്. അതിന്റെ തെളിവ് അവരുടെ അന്ത്യവിശ്രമം ഒരേ മണ്ണിലാകുന്നു. നമ്മുടെ വിഷയം അർശിന്റെ മുകളിൽ വാനലോകത്ത് എല്ലായിടത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും ഉണ്ട്. ആദം നബി അലൈഹിസ്സലാം തന്നെ മകനോട് പറഞ്ഞില്ലേ, ശീദ് നബി അലൈഹിസ്സലാമിനോട്, എപ്പനി അല്ലാഹുവിനെ പറഞ്ഞോ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി പറയണം. കാരണം അർശിന്റെ തൂണിലും അതുപോലെ തന്നെ എല്ലായിടത്തും സ്വർഗത്തിലുള്ള സർവ്വ അറകളിലും കൊട്ടാരങ്ങളിലും അതുപോലെ തന്നെ ഹൂറുൽ ഐനുകളുടെ നെഞ്ചിന്മേലിലും അവിടെയുള്ള വൃക്ഷങ്ങളുടെ ഇലക്കുമേലിലും മലക്കുകളുടെ കണ്ണിന്മേലിലും ഒക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നബി വേറെ ആരുണ്ട്? ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് അല്ലാഹു ചെയ്ത വലിയ തൗഫീഖ്. ലമ്മാ ദഅല്ലാഹു ദാഇനാ ബിതഅതിഹി ബിഅക്റമി റുസുലി കുന്നാ അക്റമൽ ഉമ്മമീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അക്റമുർ റുസുൽ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ കുന്നാ അക്റമൽ ഉമ്മമി, നമ്മുടെ സമുദായത്തിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള സമുദായമായി പോയി. കാരണം മുർസലുകളിൽ ഏറ്റവും ബഹുമാന്യരായ ആള്
ഏതൊരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നുവോ ആ ഉമ്മത്തും വലിയ ബഹുമാനമുള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പസമയമാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നമ്മൾ ചൊല്ലി പറഞ്ഞു. അതിനെ നമ്മൾ ഇവിടെ സംഘടിച്ചു അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ.